എല്ലാം നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാം നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും, ജീവിതത്തിൽ കാറ്റൂതിയാലും, കൊടുങ്കാറ്റുണ്ടായാലും, മഴ പെയ്താലും ജീവിതം ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രതിവിധികളുണ്ടെന്നാണ് ഈശോ പറയണത്. അതെന്താണ്? ഉടമ്പടിയാ. അതെന്താണ്? ഉടമ്പടിയാ. നമ്മൾ ഉടമ്പടി എന്താ പറയണത്? അവൻ പറയണത് പോലെ അവർക്ക് വീഞ്ഞില്ല, സമാധാനമില്ല, രോഗമില്ല, രോഗമാണ്, മക്കളില്ല, വിവാഹം ഒക്കണില്ല, ജോലിയില്ല എന്നൊക്കെ പറയുമ്പോഴേ ഇല്ല ഇല്ല എന്ന് ഈശോയോട് പറഞ്ഞാൽ, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് അമ്മയോട് പറയും എന്താണ്? ഇല്ലാത്ത എല്ലാം ഉണ്ടാക്കാം, എന്തു ചെയ്യണം? അവൻ പറയണത് പോലെ ചെയ്യാൻ പറയും. അതും ഒരു മരിയൻ ഫോർമുല അല്ല, നമുക്കറിയാം. അത് അനാദികാലം മുതൽ മനുഷ്യനും ദൈവവും തമ്മിൽ കണ്ടുമുട്ടിയ കാലം മുതലുള്ള ഒരു ദൈവിക ഫോർമുലയാണ്. നിവൃത്തിയില്ലാത്ത ദൈവപൈതങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള ദൈവ സംവിധാനമാണ്. എന്താണ്? എൻ്റെ വചനം കേൾക്കുകയും, ഏറ്റു പറഞ്ഞേ, എൻ്റെ വചനം കേൾക്കുകയും, എൻ്റെ വചനം കേൾക്കുകയും, എൻ്റെ വചനം കേൾക്കുകയും. ഇപ്പം മത്തായിയുടെ സുവിശേഷം 7:24 അല്ലേ? മത്തായി സുവിശേഷം 7:24 എന്താ പറയണത്? എൻ്റെ വചനം കേൾക്കുകയും, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അപ്പൊ എൻ്റെ എൻ്റെ വചനം കേൾക്കുകയും, മത്തായി 7:24 അല്ലേ? എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എന്ന് വെച്ചാൽ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും, എന്ന് വെച്ചാൽ അവൻ പറയണത് പോലെ ചെയ്താൽ. ആരാണവൻ? ഈസ് എൻ ഇൻ്റലിജൻ്റ് മാൻ. അവൻ ആരാണ്? ഈസ് എ വൈസ് മാൻ. ബുദ്ധിമാനായ മനുഷ്യനാണ്. ഉടമ്പടി എടുക്കുന്നവരാരാണ്? ബുദ്ധിമാന്മാരായ മനുഷ്യരാണ്. അല്ലാത്തവന്മാർ പൊട്ടന്മാരാണ്. വരിക, ഞാൻ അച്ഛൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങളാ വചനം നോക്കിയാൽ മതി. 7:24 മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? എൻ്റെ വചനം കേൾക്കുകയും, ഏറ്റു പറഞ്ഞേ, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എന്ന് വെച്ചാൽ അവൻ പറയണത് പോലെ ചെയ്യുന്നവൻ ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എന്ന് വെച്ചാൽ ഉടമ്പടി പ്രകാരം ദിസ് ഇൻ മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നവൻ. നമ്മൾ എന്ത് ചെയ്താലും അവൻ്റെ ഓർമ്മയ്ക്കായിരിക്കും, ഒരു സംശയമില്ല. ഏത് സകലം ദൈവപൈതലേ നീ ഏറ്റെടുക്കുന്നുവോ, ഇറ്റ് ഈസ് ഇൻ മെമ്മറി ഓഫ് ഹിം. അവൻ്റെ നാമത്തിലായിരിക്കും, അവൻ്റെ ഓർമ്മയ്ക്കായിരിക്കും. അത് നിങ്ങളെ ശക്തിപ്പെടുത്തും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യോഹന്നാൻ 2:5 അവൻ പറയുന്നത് ചെയ്യുവൻ. കർത്താവേ, അപ്രകാരം ഉടമ്പടി ചെയ്ത് അവൻ പറഞ്ഞ കൽപ്പനകൾ പാലിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നവർ വിവേകിയായ മനുഷ്യന്, വിജ്ഞാനിയായ മനുഷ്യന്, പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യരാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി പ്രാർത്ഥന അഭിഷേകമായി തീർക്കുന്ന നന്ദി പറയുന്നു. ഉടനടി അനുഭവമായി തീർക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങൾ തീഷ്ണതയുള്ള ആൾക്കാരായിട്ട് മാറണം. സുവിശേഷ പ്രവർത്തനങ്ങളിൽ തീഷ്ണതയുള്ളവർ. ഇപ്പം നിങ്ങൾക്കറിയാമോ, കൃപാസനത്തിൽ ഈ ലോക്ക്ഡൗൺ ഒന്നും നമ്മളെ ബാധിച്ചില്ല. എന്താ? കർത്താവ് എല്ലാ ദിവസവും തന്നെ പുതിയ പുതിയ ശുശ്രൂഷകൾ തന്നു. ആയിരക്കണക്കിന്, 10,000-കണക്കിന് മനുഷ്യർ ഈ ലോക്ക്ഡൗണിലെ കർത്താവിൻ്റെ വചനം കേട്ട് വളർന്നു. ഞങ്ങളാണെങ്കിൽ ഈ ആൾത്താർ അടച്ചിട്ടില്ല. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇത് റൺ ചെയ്യണമെങ്കിൽ 6 ലക്ഷം 5.5 ലക്ഷം രൂപ വേണമായിരുന്നു. സ്റ്റാഫിൻ്റെ ഇവിടുത്തെ മുഴുവൻ മെയിൻ്റനൻസും ചിലവും എല്ലാം കൂടി. ഒരു ശസ്ത്രക്കാഴ്ച പോലും ഇല്ലാതെ ഒരു കൊല്ലം മുഴുവൻ കർത്താവ് വഴി നടത്തിയില്ലേ? ആടെ മുമ്പിലും കൈ നീട്ടാതെ, സാമ്പത്തികമായ വിഷയം സംസാരിക്കാതെ
കർത്താവ്. അതെന്താ? തീഷ്ണതയാണത്. എന്താണ് കാര്യം? എല്ലാ കൊറോണയ്ക്കും മുകളിലാണ് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ്. പണത്തിന് വേണ്ടിയോ അല്ല, അത് കഷ്ടപ്പെടേണ്ടി വന്നാൽ തന്നെയും കഷ്ടപ്പെട്ടായാലും ശരി ഈ അനുഗ്രഹത്തിൻ്റെ വാതിൽ ജനങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കും. അമ്മ എന്തുമാത്രം ശുശ്രൂഷ തന്നു, ഗൂഗിൾ മീറ്റ് തന്നു, വീട്ടിലൊരു സെക്രട്ടറി തന്നു, എത്ര അതിനിങ്ങനെ ജനങ്ങൾ. ഇനി ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒക്ടോബർ മാസം അഖണ്ഡ ജപമാല റാലി പ്രഖ്യാപിച്ചു. ദൈവമേ, ഞാൻ നോക്കിയപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ മല പോലെ ഉയർന്നു തന്നെ. ഒരു ദിവസം 1200 പേരാണ് സബ്സ്ക്രിപ്ഷൻ എടുത്തത് അഖണ്ഡ ജപമാല റാലിക്ക്. എന്താ ഞങ്ങൾ ചെയ്തത്? അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് വന്ന് 24 മണിക്കൂറും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. വേറെ ഒന്നും ചെയ്തില്ല, ലോകത്തിന് മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്. അതെന്താണ്? അത് തീഷ്ണതയാണ്. ഒരു കൊറോണയ്ക്കും ജീവിതത്തിൻ്റെ ഒരു രോഗത്തിനും, ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ആയാലും ദൈവത്തിൻ്റെ വാതിൽ ലോക്ക്ഡൗൺ ആകരുത്. എന്താ കാരണം? അതുപോലെ പ്രേക്ഷിത തീഷ്ണത നിങ്ങൾക്കുണ്ടാകണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ലാതെ ഒരു പ്രശ്നം വന്നു, ഇപ്പം ചില കാര്യങ്ങൾക്ക് ഇത്തിരി താമസിക്കും. ഇനി പച്ച മലയാളത്തിൽ പറയാം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കത്തില്ല. കാര്യം എന്താണ്? അത് ഉടമ്പടിയുടെ ഭാഗമാണ്. ചില കാര്യങ്ങൾ നടക്കത്തില്ല. കാര്യം ഇവിടെ ഈ അൾത്താറയിൽ ഈ മാർച്ച് മാസം ആദ്യകാലങ്ങളിൽ 54 വയസ്സുള്ള ചേട്ടൻ്റെ കല്യാണം നടന്നിട്ടുണ്ട്. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. 50-47 വയസ്സുള്ള ഒരു ചേട്ടത്തിനെ കല്യാണം കഴിച്ച് സാക്ഷ്യം പറഞ്ഞു. ഈ ആൾത്താറിൽ 25 വർഷമായിട്ട് മക്കളില്ലാത്ത ആൾക്കാർ ഈ മാസം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 25 വർഷമായിട്ട് അവർക്ക് മക്കളില്ല. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കളെ കിട്ടി. എങ്ങനെ കിട്ടി? സ്വാഭാവികമായി ശരീരത്തിന് മക്കളെ ഉണ്ടാക്കാനുള്ള യാതൊരു കഴിവുമില്ല. പക്ഷേ അമ്മ അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരാൾത്താറയാണ്. പക്ഷേ അതേസമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു, ചില കാര്യങ്ങൾ ദൈവം റിസർവ്ഡായിട്ട് വെക്കും. അതുമേ കയറി എപ്പോഴും മാന്തിക്കൊണ്ടിരിക്കരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ റിസർവ്ഡായിട്ട് വെക്കും. നേരത്തെ പറഞ്ഞ പോലെ കർത്താവിനും ചില കാര്യങ്ങൾ നടന്ന് കിട്ടിയില്ല. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? എന്നെ ശക്തിപ്പെടുത്തിയാൽ മതിയെന്ന് പറഞ്ഞു. എന്നെ അതാ 18:6 നമ്മൾ വായിച്ചില്ലേ കുറച്ച് മുമ്പ്? സത്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴേ കർത്താവ് അപ്പോസ്തലന്മാരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് എഴുന്നേറ്റിരിക്കെ 10 മനുഷ്യൻ്റെ കൂടെ ഒന്ന് അറിയട്ടെ, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞു. മാനുഷികമായിട്ട് മരണം മുമ്പിൽ വരുമ്പോൾ ആർക്കായാലും ആ മാനുഷിക സ്വഭാവം കാണിക്കും. പക്ഷേ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ മാനുഷിക സ്വഭാവത്തിൻ്റെ മേലെ കർത്താവിൻ്റെ അരൂപി ഇറങ്ങി വന്ന്, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ അവൻ എഴുന്നേറ്റ്. ഒരു ഡെഡ് ബോഡി പോലെ ചോര കുളിച്ച് കിടന്ന ആൾ പെടേന്നിങ്ങനെ എഴുന്നേക്കും. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹും ഡു യു സീക്ക്? നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ജീസസ് ഓഫ് നാസറത്ത്, ദാറ്റ് ഈസ് ഐ ആം. ഞാൻ നസറായൻ യേശുവിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴേ അത് ഞാനാണെന്ന് പറയാനുള്ള ചങ്കൂറ്റം. ആ ചങ്കൂറ്റമാണ് ദൈവത്തിൻ്റെ ശക്തി. ദൈവവേദലേ, ചില സമയത്ത് നിൻ്റെ ഒരു ഭൗതികവും പദാർത്ഥമാത്രമായ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്ക് സ്വർഗീയമായ ചങ്കൂറ്റവും കരുളുറപ്പനും നിന്നെ അഭിഷേകം ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. കൈയടിച്ചു കൊടുത്ത ആസോടെ ഹല്ലേലൂയ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. അഭിഷേകം ചൊരിയുന്ന നിമിഷങ്ങളാണ്, കൃപകൾ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. യേശുവേ 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 ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് ചില പ്രാർത്ഥനകൾക്ക് ഇതുപോലെ ഉത്തരം താമസിക്കുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു വാക്കുണ്ട് ചില പ്രാർത്ഥനയ്ക്ക്. കാര്യം അറിയാമല്ലോ, ഇപ്പോൾ ഈശോ എന്നാ ചെയ്തത്? നമുക്ക് ലഭിക്കാത്ത പ്രാർത്ഥന എന്താ ചെയ്തത്? ഈശോ സമർപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അപ്പോഴെന്താ പറ്റിയത്? ശക്തിയുടെ ഒരു മാർഗം എന്താണ്? സമർപ്പണമാണ്. ദൈവശക്തിയുടെ ഒരു മാർഗം എന്താണ്? സന്മനസ്സോടെയുള്ള സമർപ്പണമാണ്. അങ്ങനെ സമർപ്പിച്ച് കഴിയുമ്പോൾ
സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, സർവൈവ് ചെയ്യാൻ വേണ്ടി വളരെ പ്രയാസങ്ങളിരിക്കുന്നവർ സർവൈവ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറയുന്ന വേറൊരു വാക്കുണ്ട്. എന്താണ്? നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മളെ ഹെബ്രായ ലേഖനം 10:35, ഹെബ്രായർ 10:35 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ മനസ്സിടരരുത് എന്നർത്ഥം. ഒരു വിഷയം ഇപ്പം 6 ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് ഇടരുത്. എന്താണ് കാര്യം മനസ്സിടരണ്ടെന്ന് പറയാൻ കാര്യം? ഹെബ്രായർ 10:35 എന്താ പറയണത്? അതിൻ്റെ താഴെ പറയുന്നുണ്ട്. അതെന്താണ്? നിങ്ങളുടെ ആത്മധൈര്യമല്ലേ, കാര്യങ്ങൾ കിട്ടാഞ്ഞിട്ടും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണീരിലൂടെ നിൽക്കുന്ന ഒരു ആത്മധൈര്യമില്ലേ? ഇപ്പം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളിപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടും ചിലർക്ക് മക്കളായില്ലെന്ന് വിചാരിച്ചോ, എന്നിട്ടും നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുകയാണ്. എന്തിനാ നിൽക്കുമ്പോഴേ? പിതാവേ, അങ്ങയുടെ ഇഷ്ടമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തരണം, അല്ലെങ്കിൽ എനിക്ക് എന്ത് തരണം? കുഞ്ഞില്ലാതെ ജീവിക്കാനുള്ള ശക്തി തരണം. കാര്യം പല അമ്മമാരുടെയും ശക്തി കളഞ്ഞിരിക്കുന്നത് ആരാണ്? കുഞ്ഞുങ്ങളാണ്. സംശയമുണ്ടാ? ഉടമ്പടി ചെയ്തിരിക്കണ മുഴുവർക്ക് മക്കളുണ്ടാക്കിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണേ. പല അമ്മമാരുടെയും ശക്തി കളഞ്ഞിരിക്കുന്നത് ആരാണ്? മക്കളാണ്. പക്ഷെ മക്കളെ കിട്ടാത്തുള്ളതും കാലം അമ്മമാർ ദൈവം ഏതാണ്ട് അവരോട് വലിയ സങ്കടങ്ങൾ ചെയ്തതെന്നും പറഞ്ഞിരിക്കും. ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ദൈവത്തിരുസ്ഥനെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഹെബ്രായർ 10:35 എന്താണ്? ആത്മധൈര്യം കളയരുത്. എന്താ കാര്യം എന്നറിയാവോ? നിങ്ങളുടെ വിഷയത്തെക്കാൾ വലിയ കാര്യമാണ് വിശ്വാസം. പലപ്പോഴും മനുഷ്യന് സംഭവിക്കണം എന്താ അറിയാവോ? അവൻ്റെ നിങ്ങളുടെ വിശ്വാസം പലപ്പോഴും വിഷയത്തേക്കാൾ ചെറുതായി പോകും. അതാണ് വിഷയം നിങ്ങളെ വിഴുങ്ങണത്. നമ്മുടെ വിഷയം നമ്മുടെ വിശ്വാസത്തേക്കാൾ ചെറുതാകുമെങ്കിലേ സ്വാഭാവികമായിട്ട് നിങ്ങൾ വിശ്വാസിയായി തുടരുന്നത് അർത്ഥമില്ല. ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഒരു വിഷയം നിങ്ങളെ വിഴുങ്ങിയെന്ന് വിചാരിച്ചോ? ഒരു മനുഷ്യനെ വിഴുങ്ങേണ്ടത് എന്താണ്? വിശ്വാസമല്ലല്ലോ. വിഷയമല്ല മനുഷ്യനെ വിഴുങ്ങേണ്ടത്. പിന്നെ എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ, വിശ്വാസത്തിൻ്റെ ദൈവതിരുസന്നിധി സമർപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ. അതായത് അതിലെന്താ പറയണത്? അത് പ്രാർത്ഥന വരും, പിന്നെ പ്രവർത്തനം വരും. എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത, അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ആലയം സകല ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥന അവനെ വിഴുങ്ങിയെന്ന എൻ്റെ അർത്ഥം. ഒരു കാലത്തൊരു സ്വപ്നം ഞാൻ കണ്ടേ. എന്താ സ്വപ്നം കണ്ടെന്നറിയാവൂ? കുരിശില്ലാത്ത ഒരു സിനിമാ ചാപ്ര. പണ്ടത്തെ സിനിമാ ചാപ്ര ഇല്ലേ, തേർഡ് ക്ലാസ് തിയേറ്റർ, അതുപോലെ പണ്ടാരം വലിയൊരു കെട്ടിടം, ലളിതമായ കെട്ടിടം. ഇതിൻ്റെ മുഖവാരത്തിൽ ഞാൻ കയറി നിൽക്കണതാണ് സ്വപ്നം. അതിന് കുരിശില്ല. പക്ഷെ അവിടെ ആ മുഖവാരത്തിൽ എഴുതി വെച്ച്, ഓലക്കെട്ടിടമാണേ, ലളിതമായ കെട്ടിടമാണ്. ആ മുഖവാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഗോഡ്, തിളങ്ങണ അക്ഷരത്തിൽ ഗോഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും ഒരു മതചിഹ്നം ഒരു സ്ഥാപനം പേറുമ്പോഴേ മറ്റുള്ളവരുടെ വേദനയ്ക്ക് അവിടെ പങ്കുവെക്കാനുള്ള വാതിൽ അടയ്ക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. ഇത് പ്രാർത്ഥനാലയമാണോ? അത് മനുഷ്യന്മാർക്കെല്ലാം വേണ്ടിയുള്ളതാണ്. മനുഷ്യന്മാർക്കെല്ലാം അവരുടെ സങ്കടങ്ങൾ ദൈവതിരുസന്നിധിയിൽ കണ്ണീരിടാനുള്ള ഇടമുണ്ടാകണം. അങ്ങനെ ഇടുമ്പോൾ ആ പ്രാർത്ഥനയാണ് നമ്മളെ വിഴുങ്ങിക്കളയേണ്ടത്, വിഷയമല്ല.
ഒരു വിഷയം കാരണം നീ അത് നടക്കാത്ത കാരണം നീ പ്രാർത്ഥന മുടക്കിയോ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാറില്ല, പ്രാർത്ഥിച്ച എല്ലാ ദൈവങ്ങളെയും വിളിച്ചെന്നൊക്കെ പറയും. കിട്ടാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ചെന്ന് പറയും. ഇപ്പം ഞാൻ ഒരിടത്തും പോകാറില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥന വിഴുങ്ങപ്പെടുന്നു വിഷയത്താൽ. അതേപോലെ നിൻ്റെ നീ പ്രാർത്ഥനയും വിഷയം കൂടി വരുമ്പോൾ ക്രമേണ ഈ വിഷയം നിൻ്റെ പ്രാർത്ഥനയെ ചിലപ്പോൾ വിഴുങ്ങിപ്പോവും. അപ്പോൾ നിൻ്റെ വിശ്വാസി അവിടെ വെച്ച് മരിക്കും, ഒപ്പം ദൈവം നിന്നിൽ അകന്നു പോയിരിക്കുകയും ചെയ്യും. ജീവൻ പിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മരിച്ചു പോകും, കണ്ണടഞ്ഞു പോകും, അല്ലേ? അതുപോലെ വിഷയം വിശ്വാസത്തെ വിഴുങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥന മരിക്കും, ദൈവം അകന്നു പോകും. അപ്പോൾ നീ എപ്പോഴും ചെയ്യണം, ഒരു കാരണവശാലും എൻ്റെ വിഷയം ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ വിഴുങ്ങരുത്. മറിച്ച് എന്ത് ചെയ്യണം? വിശ്വാസം വിഷയത്തെ വിഴുങ്ങണം. വിശ്വാസം വിഷയത്തെ വിഴുങ്ങണം. അപ്പോഴെന്താണ്? മഴ പെയ്തു, കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞരച്ചു, അത് വീണു പോയില്ല. എന്താ കാര്യം? അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എന്താണ് പാറ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുന്നത്. ഇപ്പം അമ്മയെക്കുറിച്ച് റെഫർ ചെയ്യുന്ന എല്ലാ സമയങ്ങളിലും ഈശോ പറയും, ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചിട്ട് പറയണത് എന്താ? ഉടമ്പടിയുടെ കൈയും കാലും വെച്ച രൂപമാണ് എൻ്റെ അമ്മയെന്ന് പറയും. ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിച്ചിട്ട് ഈശോ എന്നാ പറയണത്? ഉടമ്പടിയുടെ കൈയും കാലും വെച്ച രൂപമാണ് എൻ്റെ അമ്മ. എന്താ കാര്യം? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാൾ. ദൈവവേദനേ, ഇതെല്ലാം വല്ലതും സുവിശേഷത്തിലുണ്ടോ? ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പുതിയ പുസ്തകത്തിന് 17 അധ്യായങ്ങളാണ്. ഒരു പക്ഷേ ലോകത്തിലെ സഭയിലുണ്ടായിട്ടുള്ള ഏത് പ്രാർത്ഥനയേക്കാൾ കൂടുതൽ അധ്യായങ്ങളുള്ളത് ഈ ഉടമ്പടി പ്രാർത്ഥനയ്ക്കാണ്. എന്താ കാര്യം? ഇത് A-Z ഉടമ്പടിയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള എല്ലാ ജീവിതവും. ആരാണ് എൻ്റെ അമ്മയെന്ന് ചോദിച്ചിട്ട് ഈശോ പറയും, ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ആളാണെന്ന് പറയും. അവരൊരു ഉടമ്പടിയാണെന്ന് പറയും. 2:19 ഇപ്പം നമ്മൾ വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം 11:27 വായിച്ചാലും 8:21 വായിച്ചാലും ഒരു വചനമാണ്. എന്താണ്? ആരാണ് എൻ്റെ അമ്മ? ആരാണമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അവൻ പറയുന്ന പോലെ ചെയ്യുന്നയാളാണ്. ആരാണമ്മ? അവൻ പറയുന്ന പോലെ ചെയ്യുന്ന ആളിൻ്റെ പ്രതികരണം എന്താണ്? ഹൃദയത്തെ സംഗ്രഹിക്കലാണ് പ്രതികരണം. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ചു പോകുമ്പോൾ പരിശുദ്ധമ്മ, അവൻ്റെ അമ്മ, ആ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കും. അല്ലാതെ മത്സരിക്കാനോ തട്ടുപിടിക്കാനോ നിരാശപ്പെടാനോ ഇല്ല. കാര്യം എന്താണ്? ഇനി ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:21, ലൂക്കാ 2:19 ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോഴേ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളെന്ന് പറയുമ്പോൾ യോഹന്നാൻ 2:5 അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. അത് മത്തായിയുടെ സുവിശേഷം 2:7-24 മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? ഔസേപ്പിതാവ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചില്ലേ? കാറ്റടിച്ചില്ലേ? വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? വീണില്ല? വീണോ? അത് അപ്പാ തന്നെ സെറ്റ് ചെയ്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് അവർ എലിസബത്തിനെ കാണാൻ പോയി. മേരി, അതൊരു നിലപാടാണ്. ഉടമ്പടി എടുക്കുന്നവൻ്റെ നിലപാട്. കൈയിടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു, ഉടമ്പടി പുതുക്കിയിട്ടുള്ളവരെ സമർപ്പിക്കുന്നു. അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയണമേ. ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക. പ്രിയമുള്ളവരെ, ഇപ്പോഴേ രോഗാവസ്ഥയിലുള്ള എല്ലാ ശരീരങ്ങൾക്കും ശരീരത്തിൽ നിങ്ങളുടെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം.
കർത്താവ് 10,000-ങ്ങളെ സുഖപ്പെടുത്തിയ സ്ഥലമാണിത്. നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ അമ്മ നിനക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തോട് മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ആ ബോധം നിനക്കുണ്ടാവണം. ഞാനൊരു മധ്യസ്ഥനായി നടുക്ക് നിൽക്കുകയാണ്, അമ്മയുടെയും ഈശോയുടെയും നടുക്ക്. പണ്ട് ഞാനിങ്ങനെ നിന്ന കാലത്താണ് അമ്മ എൻ്റെ പുറകിൽ വന്ന് നിന്നത്. ചാര ഉടുപ്പിട്ട് സമയഘടികാരം നെഞ്ചി ചാർത്തി ഞാൻ അന്ന് ഈശോയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. 2004 ഡിസംബർ 7-ാം തീയതി. അപ്പോഴാണ് അമ്മ പുറകിൽ വന്ന് നിന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്താണ് ഈ ആരാധന ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ദൈവവേദന നീ വിശ്വസിക്കണം. നിൻ്റെ ക്യാൻസർ ഉണ്ടെങ്കിൽ ക്യാൻസർ ഉള്ള സ്ഥലത്ത് നിൻ്റെ കൈ വെക്ക്. എന്നിട്ട് അമ്മയോട് പറ, അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി എന്നെ ഉയർത്താൻ പറ. നിനക്ക് സാമ്പത്തികമായ ബാധ്യതയും കടവുമാണെങ്കിൽ അതിൻ്റെ ഭാരമുണ്ടെങ്കിൽ നിൻ്റെ തലയിൽ നീ കൈവെക്കിപ്പോഴേ. നിനക്കത് മാറാനൊരു വഴി കാണുന്നില്ല എന്നുകൊണ്ടല്ലേ നീ തലയിൽ കൈവെക്കൂ. കർത്താവേ, ഇതിൻ്റെ ഭാരം എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എനിക്ക് എന്തിന് ഈ കടവെങ്ങനെ പരിഹരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ ഭാരം എന്നെ വല്ലാണ്ട് അലട്ടുന്നു. എൻ്റെ ദേവലെ, ഇപ്പോഴും കണ്ണിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുന്നവരെ, ചില രോഗങ്ങൾ കാരണം കണ്ണിൽ നിന്ന് ചോര വരും. കണ്ണിൻ്റെ ഇടത് കണ്ണിൻ്റെ ഇടതുവശത്ത് തടിപ്പുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ അതുപോലെ തന്നെ ഇങ്ങനെ ഈ പശുവിൻ്റെ മൂത്രസഞ്ചി പോലെ ഇങ്ങനെ വളരുന്ന ഒരു ബലൂൺ പോലെ എന്തോ ശരീരത്തിൻ്റെ ഉള്ളിൽ വളരുന്നു. ചിലപ്പോഴത് മലദൂരത്തിലൂടെയോ മൂത്രാശയത്തിലൂടെ പുറത്തേക്ക് വരുന്നു. ഈ ചിലപ്പോൾ ഗർഭപാത്രം ഇറങ്ങുന്ന അവസ്ഥയാകാം, ചിലപ്പോൾ അരിശസാകാം. ആ വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ സൗഖ്യങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിനെ സ്തോത്രം ചെയ്ത് കർത്താവ് ഇപ്പോഴും ഗർഭാശയ രോഗികളെ, ഗർഭാശയം ഇറങ്ങുന്നവരെ സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. അർശസ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. കണ്ണിൻ്റെ നേത്ര രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമേ. അടിപ്പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അപവാദത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിനായി മാരക രോഗങ്ങളെ, വേദികളെ യേശുനാമത്തിലെ ആരാധന. പ്രിയമുള്ളവരെ, നടുവിന് കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈശോ. നടുവിന് കൈവെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈശോ. എന്തിനാണ്? എല്ലാവരും അല്ല, കിഡ്നി രോഗികളെ, നടുവിന് വേദനയുള്ളവർ, നടുവിന് നീറിറങ്ങി വീഴുന്നവർ, നടുവിൻ്റെ അസ്ഥികൾക്ക് ദ്രവിപ്പുള്ളവർ, കശേരികൾ ഡിസ്ലൊക്കേറ്റ് ആയവർ ഒക്കെ കൈകൾ വെച്ചുകൊണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. നടുരോഗികൾ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഈ ചിലപ്പോൾ നടുരോഗം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഭർത്താവിനുണ്ടാകാം, അല്ലെങ്കിൽ ഭാര്യയ്ക്കുണ്ടാകാം, അല്ലെങ്കിൽ മരുമകൾക്കുണ്ടാകാം. ഇനിയിപ്പോൾ അവൾ സുഖപ്പെട്ടിട്ടൊന്നും കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ദേഷ്യപ്പെട്ടിരിക്കരുത്. നിങ്ങൾ ദൈവപൈതലാണെന്ന് ഓർത്ത് വേണം. ഓരോരുത്തന്മാർ ഒടുങ്ങിക്കിടന്നാൽ പിന്നെ അവരുടെ അത്രയും പത്താസ് കുറച്ച് കണ്ടാൽ മതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകപൈതലിനെ പോലെ സംസാരിക്കരുത്. എളിമയോടെ നിൻ്റെ ശത്രുവിനെ പോലെ നീ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പോഴേ നിൻ്റെ ശത്രുവിനാണ് വിശക്കണമെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ വചനം, അവന് ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ നാളെ നിന്നെ ഉപദ്രവിക്കായിരിക്കും, പക്ഷെ നീ അവനെ ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം അവനേക്കാൾ ശക്തനാണ്. അപ്പോൾ നിൻ്റെ ദൈവപൈതൽ നിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ കഴിവ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ ശത്രുവിനാ നടുവേനെങ്കിലും അവൻ്റെ സൗഖ്യത്തിന്, അവളുടെ സൗഖ്യത്തിന് വേണ്ടി നിൻ്റെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഈശോ പറയണു. ശരീരം മുഴുവൻ ഇങ്ങനെ കറുത്ത പാട്, ആദ്യം ചുവന്ന പാട് വരും, പിന്നെ കറുത്ത പാട് വരും, പിന്നെ അവിടെ ചൊറിച്ചിൽ ഇടക്കിടക്ക് തുടർന്നുകൊണ്ടിരിക്കുക. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവെ, ഇപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോ കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള നിൻ്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ
കർത്താവ് സഭയിലൂടെ നിന്റെ സാന്നിധ്യം പ്രകടമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു ഈശോ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ കാരുണ്യം കാണിച്ച ഈ അൾത്താറയിൽ കർത്താവ് നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും കർത്താവ് അടിപ്പിണർ പോലെ ആഘാതം പോലെ ദൈവികമായ ശക്തി മാരക രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, രോഗസൗഖ്യങ്ങളെ ഓർത്ത് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി അതിശക്തമായി യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവര്, ഷക്കീന ടെലിവിഷനിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, യൂട്യൂബിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര്, മാരക രോഗികള്, തീരാവ്യാധികള്, ഉടമ്പടി എടുത്തിട്ടുള്ള മക്കളെ ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് പ്രിയപ്പെട്ടവരെ, തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവെക്കുക. പാങ്ക്രിയാസ് രോഗികളെ കരളിൻ്റെ സ്ഥാനത്ത് കൈവെക്കുക. താഴെ ഇടത് നെഞ്ചിൻ്റെ കൂമ്പിന് താഴെ കൈവെക്കുക. ശ്വാസകോശ രോഗികളെ പതിരയിലെ ശ്വാസകോശത്തിലെ കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കുക. ഹൃദയത്തിന് ശ്വാസം മുട്ടുള്ളവരെ, വാൽവ് ചുരുങ്ങുന്നവരെ, വാൽവ് ബ്ലോക്കായിരുന്നവരെ ഇടത് നെഞ്ചിൽ കൈവെക്കുക. എവിടെയോ ശരീരത്തിൽ പഴുപ്പ് കെട്ടിക്കിടക്കുന്ന വ്യക്തികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. 6 എന്ന അക്ഷരത്തിലാണ് പേര് തുടങ്ങുന്നത്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. നല്ലവനായ ഈശോ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഈശോ ഇപ്പോഴ് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിരാവിൽ മുറിവേറ്റവനെ, മുറിവിലെ ചോര കൊണ്ട് തന്റെ കണ്ണിനെ സുഖപ്പെടുത്തിയവരെ, ആവശ്യമായ രക്തം കർത്താവേ, ഇപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ശിരസിലേക്ക് കുഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, വ്യാധികള് ഈ നിമിഷം യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മക്കളെ, ഒത്തിരി മക്കളില്ലാത്ത ദമ്പതികൾക്ക് അമ്മ കുഞ്ഞിനെ കൊടുത്തുള്ള ഇടമാണിത്. അത് സാക്ഷ്യങ്ങളൊക്കെ ഭയങ്കര വിചിത്രമായ സാക്ഷ്യങ്ങളാണ്. ഒരിക്കലും മക്കളെ കിട്ടുകയില്ലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് അമ്മ കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. 14 വർഷം, 19 വർഷം, പിന്നെ കൂടി അബോർഷൻ സംഭവിക്കുന്ന വ്യക്തികൾ, നിങ്ങളൊരു പണി ചെയ്യണം മക്കളെ. അതായത് ഈ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കത്തില്ലേ നമ്മൾ, അപ്പോൾ അത് ഭയങ്കര ഡെലിവറൻസ് ടൈമാണ്. അതായത് ഉടമ്പടിയിൽ എന്താ ചെയ്യണത്, കർത്താവ് അച്ഛന് തന്ന പൗരോഹിത്യത്തിൻ്റെ ആ അധികാരത്തിൽ ഞാൻ 35 വർഷം അർപ്പിച്ച കുർബാനയുടെയൊക്കെ യോഗ്യതയിൽ, ശുശ്രൂഷയുടെ യോഗ്യതയിൽ, സർവോപരി പരിശുദ്ധ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലാണ് ആ നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്നത്. ആ ഒരു നേർച്ച വസ്തു പോലും ബൈബിളിലില്ലാത്തതില്ല. ഉടമ്പടി തൈലമായാലും ഉപ്പായാലും അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടമ്പടി തിരികളായാലും അതെല്ലാം ബിബ്ലിക്കൽ കളേഴ്സ്, ഉടമ്പടി കളേഴ്സാണ്. അപ്പോഴേ അതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ നിറങ്ങളാണ്.
എല്ലാ വാഗ്ദാനവും ദൈവം പാലിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണത്, ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയണം. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ ആദരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവന് മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതാണ് റോമ 10:9. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ അവൻ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും. നമ്മളെ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലണത് അതാണ്. വിശ്വാസ പ്രമാണം ചെല്ലാൻ അറിയാൻ പറ്റാത്തവർ ആ റോമ 10:9 10 പ്രാവശ്യം ചെല്ലിയാൽ മതി. ഇത് അനുസരിച്ചാണ് ഈ നേരത്തെ വസ്തുക്കൾ. ഇപ്പോൾ ഒരു ദിവസങ്ങളുടെ സാക്ഷ്യം ഉണ്ടായത്, മുറുക്കം പാമ്പ് കിണറ്റിൽ വീണ്. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ മുറുക്കം പാമ്പ് കുറവാണ്. പക്ഷെ എന്നാലും അതൊക്കെ വീണുള്ള അവസ്ഥ എന്താക്കി, അത് മാറണില്ല. അതിൻ്റെ തന്നെ എപ്പോൾ കിണറ്റിൽ നോക്കിയാൽ മുറുക്കം പാമ്പ് കിടക്കണം. അപ്പോൾ എന്നാ ചെയ്യണത്? ഇവർ ഉടമ്പടി തൈലത്ത് ഉപ്പെടുത്തിട്ട് അതിൻ്റെ അകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിടും. അപ്പോൾ എന്നാ പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയാണ്. അപ്പോൾ എന്നാ പറ്റും? എല്ലാം നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങളുമെല്ലാം യേശുവിൻ്റെ നാമത്തിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കും. അങ്ങനെയാണ് ഇതിനൊക്കെ കീഴ്പ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉറുമ്പുകൾ, തേള്, അതുപോലെ തന്നെ ക്ഷുദ്രജീവികൾ, എലി ശല്യം, ചാഴി, ഇതിനൊക്കെ എന്താ ചെയ്യണത്? ഈ ഉപ്പ് കൊണ്ടുപോയി അതിൽ വിലക്കിയിടും. യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശു കർത്താവാണ് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിച്ചാണ് നമ്മളിത് ചെയ്യണത്. അത് തന്നെയാണ് നിങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യേണ്ടത്. അല്ല വെറുതെ കൊണ്ടുപോയി തളിച്ചിടരുത്. ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ഇപ്പം മക്കളില്ലാത്ത എന്നാ ചെയ്യണത്? ഉടമ്പടി തൈലം എടുത്തിട്ട് അടിവയറ്റി കുറിച്ചിടുകയാണ്. ആ ഗർഭപാത്രമൊന്നും ഉണ്ടാകത്തില്ല. ഗർഭപാത്രത്തിന് പകരം ചിലവ ചുമ്മാ ഇങ്ങനെ കൈയുടെ ഇത്രയും പോലും വണ്ണമില്ലാത്തൊരു സഞ്ചി ബലം പിടിച്ചിരിക്കുന്ന ഒരു സാധനമായിരിക്കും ഇരിക്കണത്. അപ്പോൾ ഡോക്ടർ പറയും ഇതിൻ്റെ അകത്തൊന്നും കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയും. പക്ഷേ അടിവയറ്റി കുറിച്ചിട്ട് കഴിയുമ്പോൾ ഈ സാധനം വികസിച്ച് വരും. കാര്യം അങ്ങനെയാണ് ഈ മക്കൾ വന്ന് സാക്ഷ്യം പറയണത്. 14 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരും 25 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരും ചില ഗർഭപാത്രത്തിന് റിജക്ഷനാണ്, തൊട്ട അബോർഷൻ. 5 കുഞ്ഞാൻ മറ്റേ അബോർട്ട് ചെയ്ത് പോയി. അങ്ങനെ 6ാമത് ഉടമ്പടി ചെയ്ത് ഉടമ്പടി തൈല അടിവയറ്റിൽ ഇട്ട് കുറിച്ചിട്ട് കഴിയുമ്പോൾ ആ കുഞ്ഞ് ജനിക്കണം. എങ്ങനെ സംഭവം? ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണം ഉടനെ. സ്വാഭാവികമായി നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യണത് ബഡ് ബൈ മെരിറ്റാണ്. ചിലപ്പോൾ മെരിറ്റായിട്ട് ഇപ്പോൾ നിൻ്റെ ഗർഭപാത്രം കട്ടി കുറഞ്ഞതായിരിക്കും. എന്തുകൊണ്ട്? കട്ടി കൂട്ടാനൊന്നും പറ്റത്തില്ല. അത് കാരണം ഗർഭപാത്രത്തിൽ കുഞ്ഞ് കിടക്കത്തില്ല. കൺവെൻഷൻ ഉണ്ടാക്കിയിട്ട് കുഞ്ഞ് പുറത്തേക്ക് ചാടും, അല്ലെങ്കിൽ അത് അബോർട്ടായി പോകും, അല്ലെങ്കിൽ അടന്നു പോകും. ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ അത് ഇരിക്കത്തില്ല, അടന്നു പോകും. അപ്പോഴെന്ത് ചെയ്യും? ഉടമ്പടി തൈലം വിശ്വാസം ഈ ചെയ്യുന്ന പ്രയോഗിക്കണ രീതികളിലാണ് പ്രശ്നം. പ്രയോഗിക്കുമ്പോൾ എപ്പോഴും ശക്തമായി വെറുതെ നമ്മൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പോലെ ചെയ്യരുത്. ഇത് ഉടമ്പടി തൈല ഒലിവ് എണ്ണയാണ്. അത് അതിൻ്റെ പാകതയോടെ വെഞ്ചരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പവർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കൃത്യമായിട്ട് പ്രഖ്യാപിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ അതിന്മേൽ നിൽക്കുക സംഭവം. പിന്നെ അത് ഗർഭപാത്രം ചരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ ഉടമ്പടി എടുക്കുന്നതല്ല. ഉടമ്പടി ഇപ്പോൾ ഉടമ്പടി പുതുക്കി നേർച്ച വസ്തുക്കൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുത്തവർക്കും തീർച്ചയായിട്ടും ഇതൊന്ന് ഈ തീർത്ഥാടന ഉടമ്പടി എടുക്കാവുന്നതാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തവർക്ക് ഇപ്പോൾ കൃപാസനം തുറന്നപ്പോൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാവുന്നതാണ്. പക്ഷേ എന്തെടുത്താലും അതിൻ്റെ പ്രിൻസിപ്പിൾ കീപ്പ് ചെയ്ത് അതിൻ്റെ മെക്കാനിസം എന്താണ്, അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യിക്കണമെന്ന് ടെക്നിക്കലായിട്ട് അറിയണം. അതുകൊണ്ടാണ് ആ പുസ്തകം മേടിച്ച് തറവായിട്ട് വായിക്കണം. അച്ഛൻ്റെ പഴയ പ്രസംഗങ്ങളൊക്കെ കേൾക്കണം. ഓരോരോ കാര്യങ്ങൾക്ക് കർത്താവ് വെളിപ്പെടുത്തണ ഓരോരോ വചനം. ഇപ്പോൾ ഇന്ന് വചനം പറഞ്ഞില്ലേ, അതുപോലെ ഉടമ്പടി വചനമായത് കാരണം നമുക്ക് ഇവിടുന്നേ കിട്ടത്തുള്ളൂ, ലോകത്തൊരുവിടുന്നും കിട്ടത്തില്ല. കാര്യം അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ട് നമുക്കാണ് സ്വർഗത്തിൻ്റെ ഈ ദാനം തന്നിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് കാശ് കയ്യിൽ നിന്ന് പോയും ഈ ഒരു കൊല്ലം മുഴുവനും ഓൺലൈൻ ഉടമ്പടിയും മറ്റ് പ്രാർത്ഥനയുമായിട്ട് നിന്ന കാര്യം. അത് നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അമ്മ എന്തോ ഒരു ആർദ്രതയോടുകൂടി നമ്മുടെ യോഗ്യത നോക്കാതെ അല്ലേ നമ്മുടെ അൾത്താരയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ആ ഒരു ബോധമുള്ളത് കൊണ്ട് കഷ്ടപ്പെട്ടത് നിലനിർത്തി ഈ ഒരു വർഷം മുഴുവനും.
അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അത് ചെയ്യുമ്പോഴും ആ പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കി അതെങ്ങനെയാണ് അത് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി വേണം. ധൃതിക്കൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥന രാവിലെ വൈകുന്നേരം ചെല്ലുമ്പോഴും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലുമ്പോഴും ഈ അതായത് ക്രൈസ്തവരല്ലാത്ത ആൾക്കാർ വളരെ പാകതയോടെയാണ് അത് ചെയ്യണത്. അവർ കുളിച്ച് രാവിലെ ഭംഗിയായിട്ടൊക്കെ കർത്താവിൻ്റെ തിരുസന്നിധി, ദൈവ തിരുസന്നിധി നിൽക്കുക എന്നുള്ള ബോധം, ഈശ്വരൻ്റെ തിരുസന്നിധിയിലാണ് നിൽക്കണമെന്നുള്ള ബോധമുണ്ട്. അല്ലാതെ പട്ടി എഴുന്നേറ്റ് വന്ന പോലെ 2 കോട്ടുവായി ഇട്ട് പല്ലും തേക്കാതെ വന്ന് ഒപ്പിച്ചുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളല്ല. നിങ്ങൾ മര്യാദക്ക് നേരത്തെ കിടന്ന് ഉറങ്ങി നേരത്തെ എഴുന്നേറ്റ് അതിന് സമയം കണ്ടെത്തി. ആദ്യത്തെ കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ എല്ലാം ഓക്കെയാവും. അപ്പം നിങ്ങൾ സീരിയസ് ആണെന്ന് കണ്ടാൽ ദൈവം സിൻസിയറായിരിക്കും. കാര്യം ദൈവം സത്യസന്ധനാണ്. നിങ്ങൾക്ക് ഒക്കട്ടെ കിട്ടിയ ഊട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയ്യാങ്കളിയാണെങ്കിൽ അതുകൊണ്ടാണ് ഈ പമ്മി കളിക്കണത്. ഷാർപ്പ് ഷൂട്ടർമാർക്ക് ഒരു പ്രശ്നവുമില്ല, അവർ കറക്റ്റായിട്ടാണ്. കാര്യം ഉടമ്പടി ഇതൊരു ഗസ്റ്റ് പ്രെയർ അല്ലല്ലോ, ഇത് ഒരു ഗസ്റ്റ് ചെയ്ത് പറയണ ഒരു പ്രെയർ അല്ലല്ലോ, ഇത് ഒരു റിവീൽഡ് പ്രെയർ അല്ലേ. അത് അപ്പാരിഷൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ബാധ്യത മുഴുവനും അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ സഭയ്ക്ക് അടയാളം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ അടയാളങ്ങൾ നടക്കും. അതുകൊണ്ട് ചെയ്യണവർ വൃത്തിയും മെനയും ഭംഗിയായിട്ട് അത് കൃത്യമായിട്ട് ചെയ്യണം. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദമാണ്. എല്ലാ ദിവസവും 9 മണിക്കാണ് കൃപാസനം തുറക്കുന്നത്. തുറക്കുന്നത് 7 മണിക്ക് തുറക്കും. എല്ലാ ദിവസവും 7 മണിക്ക് തുറക്കും. നിങ്ങൾക്ക് ഇപ്പം മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ട്രിവാൻഡ്രമൊക്കെ ചിലപ്പോൾ 3 മണിക്കാണ് ഇവിടെ വണ്ടി വരണത് രാത്രി. ഞാൻ ഇന്ത്യ നോക്കുമ്പോൾ ഒരു സഹോദരി അതായത് അവർക്ക് 23 വയസ്സ് 20 വയസ്സൊക്കെ കാണത്തുള്ളൂ. അവരൊറ്റയ്ക്ക് വന്ന് വെളുപ്പിന് 3 മണിക്ക് ഇറങ്ങിയിരിക്കണം. അപ്പോൾ വാച്ചർ ചോദിച്ചപ്പോൾ മലപ്പുറത്ത് നിന്ന് വരികയാണ്. അപ്പോൾ ഈ വണ്ടി കൃപാസനത്തിൽ നിർത്തുമെന്ന് ഡ്രൈവറിനോട് ചോദിച്ചിട്ടാണ് ഇറങ്ങണത്. അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ നിങ്ങൾക്ക് കട്ടിൽ, പായ്, കട്ടൻ ചായ എല്ലാം വെച്ചിട്ടുണ്ട്. കാര്യം എന്ത് പരുവത്തിൽ വരെ ഉറക്കമില്ലാതെ വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവർക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലമൊക്കെ എല്ലാം നിശ്ചയിച്ച് സുരക്ഷിതമായിട്ട്. കാര്യം ഇങ്ങനെ ഒത്തിരി പേര് ഇപ്പോൾ ഇന്നലെ മെനയെന്ന് ഇംഗ്ലീഷ് സ്പീക്കിംഗ്, അതവർ മംഗളൂരിയൻസാണ്, മലയാളീസ് അല്ല, അവരെല്ലാം ഇംഗ്ലീഷാണ്. അപ്പോൾ അവർ വന്ന് 7 പേര് ഒരു വണ്ടിക്ക് വന്നു ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ഉടമ്പടി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കണം, അത് ഇംഗ്ലീഷ് ഉടമ്പടി ആരാ കൈകാര്യം ചെയ്ത്. കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഇംഗ്ലീഷ് കൗൺസിലിംഗ് നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് കൗൺസിലിലേക്ക് പോകണം. ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാം ചിട്ടയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്യണത്. കംപ്ലീറ്റ് KCBC തിയോളജി കമ്മീഷൻ ചെയർമാൻ ഇതിൻ്റെ അവതാരികയും അതുപോലെ തന്നെ ഉദ്ഘാടനം അത് പ്രകാശനം ചെയ്യണത് KCBC തിയോളജി കമ്മീഷൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ അത്രയും ഒഫീഷ്യൽ പ്രെയറാണ്. പക്ഷേ അതൊരു പ്രോജക്റ്റ് പ്രെയറാണ്, അല്ല നമ്മളിങ്ങനെ റിസൈറ്റിംഗ് പ്രെയർ അല്ല. പ്രോജക്റ്റ് പ്രെയർ ആയതുകൊണ്ട് 20% അത് ചൊല്ലലും അതുപോലെ തന്നെ 80% ചെയ്യലുമാണ്. ചെയ്യലിലാണ് ഈ പവർ കൂടി വരണത്, നമ്മുടെ കഴിവ് കൂടി വരണത്. അപ്പം അത് സൂക്ഷ്മതയോടെ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും എല്ലാ തിങ്കളാഴ്ചയുമാണ് സാക്ഷ്യം. 14 പേർക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടാകും. 11 മണിക്ക് അവർ വരും. ഉടമ്പടി അവർ സാക്ഷ്യം പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ 5 മണിയാകും. അപ്പം മീൽസ് വേണമെന്നുണ്ടെങ്കിൽ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി, മീൽസ് വേണമെന്ന്. ഇപ്പോൾ അവരുടെ മീൽസിൻ്റെ ചീട്ട് തരും. അത് നോൺ പേയിങ്, ഒന്നും ചെയ്യാനല്ല, നിങ്ങൾ ചോദിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പണ്ടിവിടെ ഞാൻ എല്ലാവർക്കും കഞ്ഞി കൊടുക്കുമായിരുന്നു. നമുക്ക് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള പ്രശ്നം ഉണ്ടാകൊണ്ടാണ് നമ്മളത് നിർത്തിയത്. അല്ല വേറെ എനിക്ക് ഭയങ്കര വിഷമമാണ് അത് നിർത്തിയതിൽ. പക്ഷേ ഇതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. കുറച്ച് പ്രശ്നങ്ങളുണ്ടായി ഇവിടെ, ആ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ ഉന്നയിച്ചത് കൊണ്ടാണ് നമ്മൾ. പക്ഷേ എങ്കിലും നിങ്ങൾ സാക്ഷ്യം പറയാൻ വരുന്നവർ അപ്പം തന്നെ മീൽസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് കിച്ചണിൽ ഞങ്ങൾ പറയും. നിങ്ങൾക്ക് കാര്യം അവർ പോകണത് 5 മണിയാകും ചിലരൊക്കെ പോകുമ്പോഴേ. പിന്നെ കുഞ്ഞുങ്ങളെ മുലയൂട്ടാനുള്ളവർ അതിന് പ്രത്യേക സ്ഥലം ഇപ്പോൾ വെച്ചിട്ടുണ്ട്. പുതിയ ബിൽഡിങ് ചെയ്തപ്പോൾ അമ്മമാർക്ക് സമാധാനത്തിൽ ഇരുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനുള്ള സ്ഥലം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഉണ്ട് സ്ഥലം വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഒത്തിരി ഞങ്ങൾ മാനിക്കുന്നുണ്ട്. അവർ തന്നെ രാത്രി വരുന്നവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലെ കൂടെ വിളിക്കാം, രാത്രിയാണ് വരണമെന്ന് പറയണമെങ്കിൽ അത് അനുസരിച്ച് ഞങ്ങൾ റെഡിയായിട്ട് വെയിറ്റ് ചെയ്യും.
കാര്യം ഇവിടെ വന്നൊരു ഉറങ്ങാനുള്ള സമയം കിട്ടും. കാര്യം വന്നാൽ ഉടനെ ചിലർ വന്നിട്ട് ഉടനെ കുളിക്കുകയാണ് ചെയ്യണത്, എന്നിട്ട് ഉറങ്ങും. എന്നാലും രാത്രി ഉറക്കം നിന്ന് വരികയാണെങ്കിൽ, കാര്യം കുറേ അകലെ നിന്നൊക്കെ ആൾക്കാർ വരികയാണ്. അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ഈ ചൊവ്വാഴ്ച വരുമ്പോൾ ഞങ്ങളൊരു തോന്നണത് ഒത്തിരി ആളായാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 പ്രെയർ തുടങ്ങും. ഇപ്പം ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ തുടങ്ങും. കാര്യം നമുക്ക് ആളെ ഈ ഗ്രൂപ്പ് കുറക്കണമെന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു നയമാണ്, കോവിഡിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ച അനൗൺസ് ചെയ്യും, ഉടനെ അനൗൺസ് ചെയ്യും. കുറച്ച് ഉടമ്പടി കൂടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആഴ്ച 2 പ്രെയറായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കും പ്രശ്നമില്ല, ഞങ്ങൾക്കും പ്രശ്നമില്ല. അപ്പോൾ സന്തോഷമായി എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അമ്മയുടെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷിയായി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷിയായി എൻ്റെ കുടുംബത്തെ ഉയർത്തണമേ എന്നാണ്. നമുക്ക് ഓൾറെഡി 10,000 സാക്ഷ്യം പറഞ്ഞ് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ അമ്മയുടെ സാക്ഷികളായി ജീവിക്കുന്ന പ്രൂവ്ഡ് പ്രെയറാണ് ഉടമ്പടി. അതുകൊണ്ട് നിന്നെ ചെയ്യണ കാര്യങ്ങൾ വൃത്തിയും ഭംഗിയായിട്ട് ചെയ്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശ്വമിശ്വര വാഗ്ദാനം നിങ്ങൾ യോഗ്യരാകുവാൻ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധനും അനുഗ്രഹിക്കട്ടെ. ഉടമ്പടി നേർച്ച വസ്തുക്കളായാലും ശരി, കൃപാസനം പത്രം അത് വെഞ്ചരിക്കുകയാണ്. എടുക്കാത്തവർ എടുത്തുകൊണ്ട് പോയി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഉടനെ പരിശുദ്ധ കുർബാനയാണ്. കുർബാനയ്ക്ക് മുമ്പ് സ്വസ്ത്ര കാഴ്ച എടുക്കുന്നതായിരിക്കും. മെയ് മാസത്തെ വണക്കം, മെയ് മാസം അമ്മയുടെ വണക്കമാസമാണ്. വണക്കം ഏറ്റെടുത്ത് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ വണക്കത്തിൻ്റെ പ്രാർത്ഥനാ നിയോഗം എഴുതി കൊടുത്താൽ കൂപ്പൺ തരുന്നതായിരിക്കും. അതിൻ്റെ നേർച്ചപ്പണം അടച്ചാൽ മതി. നേർച്ച വസ്തുക്കൾ ആശീർവദിക്കാത്ത എല്ലാ നേർച്ച വസ്തുക്കളും ആശീർവദിച്ചതാണ്. അതുകൊണ്ടാണ് അച്ഛൻ പ്രത്യേകിച്ച് നേർച്ച വസ്തുക്കൾ ആശ്രയിച്ച് നിങ്ങൾ അറിയണം. കൃപാസനത്തിൻ്റെ ഉള്ളിലെ നേർച്ച വസ്തുവാണ് കൃപാസനത്തിൻ്റെ നേർച്ച വസ്തു. അത് കുർബാന ചൊല്ലി ആ കുർബാന ഉടുപ്പ് കഴിച്ചിടാതെ നേരെ ചെന്ന് പ്രത്യേക പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലിയാണ് കൃപാസനത്തിന് നേർച്ച വസ്തു തരണത്. അത് കൃപാസനത്തിൻ്റെ ഉള്ളിലേ കിട്ടത്തുള്ളൂ, ആ കൗണ്ടറിലേ കിട്ടത്തുള്ളൂ. അപ്പം അത് എല്ലാം വെഞ്ചരിച്ച് വെച്ചിരിക്കുകയാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.